വെൽക്കം ബാക്ക്. നമുക്ക് സ്ട്രിങ് സ്ലൈസിങ് നോക്കാം. അതിനു മുമ്പ് നമ്മൾ സ്ട്രിങ്സിനെ പറ്റി പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ആവർത്തിക്കാം. സ്ട്രിങ് ഇസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടർ. പിന്നെ എന്താണ്, നമുക്ക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് സെറ്റ് ഓഫ് ഐറ്റംസ് ആണ് അല്ലേ. അപ്പം അതിൽ ഓർഡർ എന്ന് പറയുമ്പം ഒരു സ്ട്രിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ 0th ഐറ്റം ഉണ്ട്, എലിമെൻ്റ് അറ്റ് ഇൻഡെക്സ് നമ്പർ 1 ഉണ്ട്, എലിമെൻ്റ് അറ്റ് ഇൻഡെക്സ് നമ്പർ 2 ഉണ്ട്. അങ്ങനെ ഒരു ഓർഡറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെയിം എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ഉണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. എക്സാമ്പിൾ ജോൺ നെയിം 0 എന്ന് പറഞ്ഞാൽ ആ നെയിം എന്ന് പറഞ്ഞ സ്ട്രിങ്ങിൻ്റെ ഇൻഡെക്സ് 0യിലുള്ള എലിമെൻ്റാണത്, ജെ ആണ്. പിന്നെ നമ്മൾ കണ്ടു വി ക്യാൻ ഐട്രേറ്റ് എ സ്ട്രിങ് യൂസിങ് ഫോർ ലൂപ്പ്. അതൊന്നുകൂടെ വേണമെങ്കിൽ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. അപ്പം നെയിം ഈക്വൽ ടു ജോൺ, അത് കഴിഞ്ഞ് നമുക്ക് ഐട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ CH എന്ത് വേണമെങ്കിൽ കൊടുക്കാം. CH ഇൻ നെയിം കോളൻ പ്രിൻറ്റ് CH. അപ്പോൾ ആദ്യം ജെ വരും, പിന്നെ എന്താണ് O വരും, H വരും, അങ്ങനെ ഓരോന്നായിട്ട് വരും. അപ്പോൾ ഇതാണ് ഒരു സ്ട്രിങ്ങിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് കൂടാതെ വേണമെങ്കിൽ എനിക്ക് നേരത്തെ ഈ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഫോർ ഐക്ക് വരെ എന്ത് പേരും കൊടുക്കാമല്ലോ, വേരിയബിൾ ഇൻഡെക്സ് ഇൻ ലെൻ നെയിം. നമ്മൾ പലമാതിരി സംഭവം ഉപയോഗിച്ച് വന്ന് നമുക്ക് പല കാര്യങ്ങളും അതിലൂടെ മനസ്സിലാവും. പ്രിൻറ്റ് ഇൻഡെക്സ് ഒരു സ്പേസ് ഇടാം, നെയിം ഇൻഡെക്സ്. ഇതെന്ത് ചെയ്യുന്നു വെച്ചാൽ ആദ്യം ഈ ലെൻ നെയിംസ് നമ്മൾ നേരത്തെ പഠിച്ചാണ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. അപ്പോൾ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് എന്തും പോകാം. അപ്പോൾ ലെൻ എന്ന് പറഞ്ഞാൽ ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്, അതിൻ്റെ ആർഗ്യുമെൻ്റ് നെയിമാണ്. നെയിം ഒരു സ്ട്രിങ് ആണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് തിരിച്ചു വരും. ജോൺ എന്ന് പറയുമ്പോൾ എത്ര ഉണ്ട്, 4 എലിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ലെൻ നെയിം എന്ന് പറയുമ്പോൾ 4 ആയിരിക്കും. റേഞ്ച് കൂടെ വേണം, റേഞ്ച് ലെൻ നെയിം. അപ്പോൾ റേഞ്ച് ഇത് എന്തിന് സമാനമാണ്, റേഞ്ച് 4 എന്ന് എഴുതുന്നതിന് സമാനമാണ്. ഫോർ ഐ ഇൻ ഇൻഡെക്സ് ഇൻ റേഞ്ച് 4 എന്ന് പറഞ്ഞാൽ ആദ്യം ഇൻഡെക്സ് 0 ആവും, 1 ആവും, 2 ആവും, 3 ആവും. ഇത് ഓരോ സമയത്തും ആ ഇൻഡെക്സിലുള്ള വാല്യൂ എഴുതപ്പെടും. ഇതൊന്ന് റൺ ചെയ്യാം. എറേഴ്സൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായി, ഇൻഡെക്സ് 0യിൽ എന്താ ഉള്ളത്, ജെ ഉണ്ട്. ഇൻഡെക്സ് 1ൽ എന്തുണ്ട്, 0 ഉണ്ട്. ഇൻഡെക്സ് 2ൽ എന്തുണ്ട്, ഇൻഡെക്സ് 2ൽ H ഉണ്ട്. ഇൻഡെക്സ് 3ൽ എന്തുണ്ട്, N ഉണ്ട്. അപ്പോൾ നെയിം 0 എന്ന് പറഞ്ഞാൽ ജെ ആണ്. ഇവിടെ നെയിം 1 എന്ന് പറഞ്ഞാൽ O ആണ്. നെയിം 2 എന്ന് പറഞ്ഞാൽ H ആണ്. നെയിം 3 എന്ന് പറഞ്ഞാൽ N ആണ്. ഇപ്പോൾ ഇത്രയും കാര്യം നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ച കാര്യങ്ങളാണ്. ഇനി നമ്മൾ ലിസ്റ്റിൽ സ്ലൈസിങ് പഠിച്ചിരുന്നു, അതേപോലെ ഇവിടെയും സ്ലൈസിങ് പറ്റും. നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഒരു ആൽഫബറ്റ്സ് അല്ലെങ്കിൽ സ്ട്രിങ് 1 എന്ന് പറഞ്ഞു കൊടുക്കാം. വെറുതെ ഒരു സ്ട്രിങ് 1 str1 ABCDEFGHIJ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നോക്കാം. ഇനി സ്ലൈസിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം str1 0 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കല്ലേ ഇപ്പോൾ അറിയാം എന്താണ്. str1 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ A ആണ്. ഇത് പറ്റും, str1 03 എന്ന് കൊടുക്കാൻ പറ്റും. str1 03 എന്ന് പറഞ്ഞാൽ എലിമെൻ്റ് അറ്റ് ഇൻഡെക്സ് നമ്പർ 0 ടു ഇൻഡെക്സ് നമ്പർ 3 എക്സ്ക്ലൂഡിങ് ഇൻഡെക്സ് നമ്പർ 3. നമുക്ക് നോക്കാം. ABC എന്ന് വന്നു. അപ്പോൾ ഇത് നമ്മൾ ആ സ്ട്രിങ്ങിനെ സ്ലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പം str1
3:6 എന്നിരിക്കട്ടെ. അപ്പോൾ 3:6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ഇറ്റ് വിൽ ആക്സസ് എലിമെൻറ്റ്സ് തേർഡ് എലിമെൻറ്റ് മുതൽ എവിടം വരെ പോവും? എലിമെൻറ്റ് ടു 6th എലിമെൻറ്റ് എക്സ്ക്ലൂഡിങ് 6th എലിമെൻറ്റ്. അപ്പം തേർഡ് എലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഡി ആണ്. ഡി ഇൻഡെക്സ് 3-ലുള്ളത് ഡി ആണ്, ഇൻഡെക്സ് 4-ലുള്ളത് ഇ ആണ്, ഇൻഡെക്സ് 5-ലുള്ളത് എഫ് ആണ്. ഇൻഡെക്സ് 6 വരുമോ? ഇല്ല. നമുക്ക് നോക്കാം. ഡി ഇ എഫ് വന്നു. ക്ലിയർ അല്ലേ? അപ്പം ഇതേപോലെ നമുക്ക് പിന്നെ പല സംഗതികളും ചെയ്യാം. ഇപ്പോൾ സ്ട്രിങ് പുതിയ സെല്ല് എടുക്കണമെന്നില്ല. ഇപ്പോൾ str1 ഇതെന്താണെന്ന് ഞാൻ പറയത്തില്ല, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. 3 കോളം എന്ന് പറഞ്ഞാൽ അടുത്ത ആർഗ്യുമെൻറ്റ് കൊടുക്കുന്നില്ല, നമ്മൾ ലിസ്റ്റ് ചെയ്ത അതേ കാര്യം തന്നെയാണ്. സോ ദിസ് മീൻസ് എലിമെൻറ്റ് ഫ്രം ഇൻഡെക്സ് നമ്പർ 3, അതായത് ഡി മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ വരും. നമുക്ക് നോക്കാം. ഡി മുതൽ അവസാനം വരെയുള്ള വന്നു. ഇനി ഇങ്ങനെ കൊടുത്താലോ? str1:3 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇൻഡെക്സ് കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ തുടക്കം മുതൽ മൂന്നാമത്തെ ഇൻഡെക്സ് വരെ, ബട്ട് എക്സ്ക്ലൂഡിങ് തേർഡ് വൺ എന്ന് പറയുമ്പോൾ ഡി വരത്തില്ല. നമുക്ക് നോക്കാം. ABC വന്നു. ഇനി ഇതിന് ജനറലായിട്ട് പറയാം str1 സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ആക്സസ് എലിമെൻ്റ് അറ്റ് ഇൻഡെക്സ് നമ്പർ സ്റ്റാർട്ട് ഫ്രം ഇൻഡെക്സ് നമ്പർ സ്റ്റാർട്ട് അപ്പ് ടു ഇൻഡെക്സ് നമ്പർ സ്റ്റോപ്പ് എക്സ്ക്ലൂഡിങ് ഇൻഡെക്സ് നമ്പർ സ്റ്റോപ്പ്. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയാലേ സംഭവം ക്ലിയർ ആവത്തുള്ളൂ. നമുക്ക് ഒരു ലെവലിലൂടെ മേലോട്ട് പോവാം. നമ്മൾ ലിസ്റ്റ് കണ്ട കാര്യം തന്നെയാണിത്. str1:3:8:2 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഇങ്ങനെ കൊടുത്താൽ ഇൻഡെക്സ് നമ്പർ 3 വരും, പിന്നെ ഇൻഡെക്സ് നമ്പർ 4 വരത്തില്ല, ഇൻഡെക്സ് നമ്പർ 5 ആണ് വരിക, പിന്നെ ഇൻഡെക്സ് നമ്പർ 6 വരത്തില്ല, 7 വരും, പിന്നെ ഇൻഡെക്സ് നമ്പർ 9 ആണ്. 9 8-നേക്കാളും കൂടുതലാണ്, അവിടെ നിൽക്കും. നമുക്ക് നോക്കാം. DFH വന്നു. നമുക്കപ്പോൾ എന്താണ് ജനറലായിട്ട് ഇതിൻ്റെ ഇത്? str1 സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്റ്റെപ്പ്. അപ്പോൾ സ്റ്റെപ്പ് നമുക്ക് 2 ആകാം, സ്റ്റെപ്പ് വേണമെങ്കിൽ 3 ആകാം. str1:3:8:3 എന്ന് പറഞ്ഞാൽ ആദ്യം ഇൻഡെക്സ് നമ്പർ 3, പിന്നെ ഇൻഡെക്സ് നമ്പർ 6 ആയിരിക്കും വരിക, പിന്നെ ഇൻഡെക്സ് നമ്പർ 9 വരത്തില്ല. ഇൻഡെക്സ് നമ്പർ 3-ൽ എന്താണ്? ഇൻഡെക്സ് നമ്പർ 3-ൽ ഡി ആണ്, EUFും വരത്തില്ല, ജി വരും. നോക്കാം. അതിന് അതേ സമയത്ത് ഇത് വേണേൽ 4 കൊടുക്കാം. 4 കൊടുത്താൽ എന്ത് വരും? ആദ്യം ഇൻഡെക്സ് നമ്പർ 3 വരും, പിന്നെ എന്ത് വരും? ഇൻഡെക്സ് നമ്പർ 7 വരും. നോക്കാം. ഡിയും എച്ചും വന്നു. അപ്പോൾ ക്ലിയർ അല്ലേ? ഇനിയാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് ഇവിടെ കണ്ട പോലെ സ്റ്റെപ്പ് വേണമെങ്കിൽ നെഗറ്റീവ് ആവാം. സ്റ്റെപ്പ് വേണമെങ്കിൽ വി ക്യാൻ ഹാവ് സ്ലൈസിങ്ങിൽ സ്റ്റെപ്പ് കുഡ് ബി നെഗറ്റീവ്. ഉദാഹരണത്തിന് str1
അപ്പം 9 കൊടുത്തു, കോളൻ 5 കോളൻ -1 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം ഇൻഡെക്സ് നമ്പർ 9, then will go, what will do, it will go to index number 8, index number 6, 8, 7, 6 and 5 വരത്തില്ല, up to 5. നമ്മളെ സ്ട്രിങ് എന്തായിരുന്നു? സ്ട്രിങ് ABCDEFG. നമ്മൾ കൺസിഡർ ചെയ്ത എക്സാമ്പിൾ STR1 എന്തായിരുന്നു? ABCDEFGHIJ ഉണ്ടല്ലേ, IJ ഉണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം ഇൻഡെക്സ് നമ്പർ 9 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കത് നോക്കാം സാവകാശം. A0, B1, C2, D3, E4, F5, G6, H7, I8, J9. അപ്പം 9 എന്ന് പറയുമ്പം J വരും, I വരും, ഇത് 9 അല്ലേ, 8 വരും, 7 വരും, 6 വരും. അപ്പം HJIHG എന്ന് വരും. നമുക്ക് നോക്കാം. JIHG ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ ഇവിടെ റൺ ചെയ്യില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ക്യൂരിയോസിറ്റിക്ക് വിടുന്നു. കോളൻ -1 എന്ന് കൊടുത്തു. കോളൻ -1 എന്ന് കൊടുത്താൽ സ്റ്റെപ്പ് -1 ആണ്, സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നത്? അത് ഡിഫോൾട്ട് വാല്യൂ, ലാസ്റ്റ് വാല്യൂയും ഫസ്റ്റ് വാല്യൂ ആയിട്ട് എടുക്കും. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പം സമ്മറി ആയിട്ട് ഒറ്റ കാര്യമേ ഉള്ളൂ ഇവിടെ. സമ്മറി എന്താണ്? സ്ട്രിങ്ങിൻ്റെ നെയിം, ഏത് സ്ട്രിങ്ങോ അതോ സ്ട്രിങ് നെയിം. നമുക്ക് ഒറ്റ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻഡെക്സിലുള്ള വാല്യൂ ആയിരിക്കും നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റോപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ട് മുതൽ സ്റ്റോപ്പ് വരെ എക്സ്ക്ലൂഡിങ് സ്റ്റോപ്പ്. ഇനി ഒരു ആർഗ്യുമെൻറ്റും കൂടെ ഇരിക്കട്ടെ, സ്റ്റെപ്പ്. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് കഴിഞ്ഞ് സ്റ്റാർട്ട് പ്ലസ് സ്റ്റെപ്പ് എന്നുള്ള ഇൻഡെക്സിലെടുക്കും. പിന്നെ ഒരു സ്റ്റെപ്പ് എവിടം വരെ? സ്റ്റോപ്പ് വരെ, ബട്ട് എക്സ്ക്ലൂഡിങ് stop. So that's all. Thank you.